എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പുറംവേദനയെക്കുറിച്ചും പിന്നെ ആയുർവേദ ചികിത്സയെക്കുറിച്ചും മനസ്സിലാക്കാം. 20 വയസ്സായതിനു ശേഷം ഒരുപാട് പേർ പുറംവേദന കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാൽ ഈ നടുവേദന പലർക്കും പല കാരണത്താലാണ് വരുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കാരണവുമാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി കാരണവുമാവാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ നടുവേദന പ്രശ്നം ഉണ്ടാവുന്നു. സത്യത്തിൽ ഈ നടുവേദന എന്തുകൊണ്ട് വരുന്നു, ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിലെ നട്ടെല്ലിൽ ഉണ്ടാകുന്ന ഡിസ്കുകൾ തേഞ്ഞു പോകുന്നത് കൊണ്ടും അതിൻ്റെ ദിശ മാറുന്നത് കൊണ്ടും ഈ നടുവേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ പുറത്തെ എല്ലുകളും നട്ടെല്ലിൻ്റെ ഭാഗത്തും ചതവ് പറ്റുന്നത് കൊണ്ടും പുറംവേദന വരാനുള്ള സാധ്യതയുണ്ട്. നടുവിൻ്റെ കീഴ്ഭാഗത്ത് വേദന അധികമാവുന്നത്, കൂടാതെ തുടർച്ചയായ പനി, ക്ഷീണം തോന്നുന്നത്, കൊഴുപ്പുകൾ കൂടുന്നതും അല്ലെങ്കിൽ കുറയുന്നതും, മലം പോകുമ്പോൾ വേദന അനുഭവിക്കുന്നത്, കൂടാതെ വിശപ്പില്ലാതാവുന്നതും, ഇതുപോലെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങൾ കൂടി വരുമ്പോൾ അടുത്തുള്ള ഡോക്ടറെ പോയി കണ്ട് MRI സ്കാൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സ്കാനിംഗ് മൂലം നട്ടെല്ലിൻ്റെ അവസ്ഥ കൂടാതെ ഡിസ്കിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ഈ റിപ്പോർട്ട് നോക്കി പൊതുവെ ഡോക്ടർമാർ ചികിത്സ ചെയ്യാൻ ആരംഭിക്കുന്നതാണ്. മണിക്കൂറുകളോളം ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതും ഭാരമേറിയ ജോലികൾ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളും, എന്തെങ്കിലും അപകടത്തിലൂടെ നമ്മുടെ പുറംഭാഗത്തെ എല്ലുകൾ തേയ്മാനം സംഭവിക്കുന്നതോ ഇതേപോലുള്ള പ്രശ്നങ്ങളും നടുവേദന വരാൻ ഒരു കാരണമാകുന്നു. ആയുർവേദത്തിൽ നടുവേദനയുടെ തീവ്രത അനുസരിച്ച് പല വിധത്തിലുള്ള ആയുർവേദ മരുന്നുകളുണ്ട്. ഇതിൽ പ്രധാനമായി സാധാരണയായി പുറംവേദനയ്ക്ക് ഒരു മരുന്നും കഴിക്കാതെ വ്യായാമങ്ങൾ മാത്രം ചെയ്യുന്നതും, പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതും, നിവർന്നിരിക്കുന്നതും, ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 1 മണിക്കൂർ ഇടവിട്ട് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അതേപോലെ ഐസ് കട്ടകളും തുണി കൊണ്ട് ചുറ്റി വേദനിക്കുന്ന സ്ഥലത്ത് തടവണം. ഇതുപോലെ ചെയ്താൽ എളുപ്പത്തിൽ വേദന കുറയ്ക്കാം. ഇത് സാധാരണ നടുവേദനയല്ലെങ്കിൽ തീവ്രമായ വേദന കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിയാൽ ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സകൾ ഇപ്പോഴുമുണ്ട്. ഇതില് സ്നേഹസ്വേദം, ഔഷധ, അശിഗ്ധ തൈലം, ശ്രീതകർണ, വസ്തികർമ്മ പോലുള്ള ചികിത്സകൾ ഇപ്പോഴുമുണ്ട്. ഇതുമൂലം ആയുർവേദത്തിൽ ലഭ്യമായ പല ചികിത്സാരീതി കൊണ്ട് നമ്മുടെ മൂലികകളിൽ നിന്ന് പ്രകൃതിപരമായി തയ്യാറാക്കിയ ഈ തൈലങ്ങൾ ഉപയോഗിച്ച് മസാജ് ചെയ്യണം. ശരീരത്തിലെ വേദന ഇല്ലാതാക്കുന്ന രീതിയിൽ മസാജ് ചെയ്യും. പക്ഷേ ഈ ചികിത്സകൾ ആദ്യത്തെ തവണ ആയുർവേദ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ എടുക്കേണ്ടതാണ്. രണ്ടാമത്തെ തവണ നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ്. ഇതിലുപരിയായി ഔഷധ ഗുണങ്ങളുള്ള സിംഗാനാഥ ഇലകൾ, ഇതല്ലാതെ ഔഷധ രൂപത്തിലുള്ള ഈ വാദവിദ്വാഞ്ജനി, ഇതുപോലുള്ള പല രീതിയിലുള്ള മരുന്നുകൾ, യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത നല്ല മരുന്നുകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. ഇത് ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം നമ്മൾ കൃത്യസ്ഥലങ്ങളിൽ ഉപയോഗിച്ചാൽ നല്ല ഫലം ലഭിക്കും. ആയുർവേദ ചികിത്സ ഉപയോഗിച്ച് നടുവേദന പ്രശ്നത്തെ കുറയ്ക്കുന്നത് മനസ്സിലാക്കി. മറ്റൊരു ആരോഗ്യ വിവരവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.